കഴിഞ്ഞ ദിവസം വന്ന ഒരു പേഷ്യന്റിന്റെ റിവ്യൂ ആദ്യം ഒന്ന് കേൾക്കാം. ഹലോ ഡോക്ടറെ, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. ഞാൻ അവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പെരിന്തൽമണ്ണയും കോഴിക്കോടും ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളിൽ, വലിയ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് സമയം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും ഒരു ഉപകാരം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ആ അനുഭവം വെച്ചിട്ട് ഞാനൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് അവിടെ വന്നിരുന്നത്. ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തതും. പക്ഷെ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയത് 100%. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു 4 മാസം മുന്നെയാണ് ആക്ച്വലി നമ്മളടുത്ത് ഫസ്റ്റ് വരുന്ന സമയത്ത് ആൾക്ക് ഉദ്ധാരണം ഒട്ടുമില്ല, താല്പര്യവുമില്ല. എൻ്റെ വൈഫിനെ ഞാൻ തൃപ്തിപ്പെടുത്തണമല്ലോ, അതെൻ്റെ കടമയാണല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് ഞാൻ വരികയാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, എങ്കിലും വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ ആൾ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെയാണ്, നല്ല ഫാമിലിയാണ്, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു വൈഫാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതേപോലെ ആൾക്ക് ജോലിയാണെങ്കിലും ആൾ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ്, അതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എത്രയായിട്ടും നമുക്ക് എന്താണ് ഇത്രയും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് എനിക്കൊരു മാറ്റം ഇല്ല എന്ന് പറയുന്ന ആളോട് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പം എൻ്റെ മൈൻഡിൽ വന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആളുടെ കേസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ആളുടെ ഒരു അത്രയും അടുത്ത് ഉള്ള ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ട്, അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിരുന്നു. ആ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അവർക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാതായിരുന്നു, പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അപ്പോൾ ആ ഒരു മരണം ഭയങ്കരമായിട്ട് ആളുടെ ജീവിതം കുലുക്കി മറിച്ച് ആൾക്കൊരു ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഈ ഒരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്ക് ഈ ഒരു പ്രശ്നം വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് എടുത്ത് മരുന്ന് നമ്മൾ ഫസ്റ്റ് മെഡിസിൻ കൊടുത്ത സമയത്ത് ഒരു 2 വീക്സിനാന്ന് തോന്നുന്നു ഞാൻ മെഡിസിൻ കൊടുത്ത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 2 വീക്സ് കഴിഞ്ഞ ആൾ വന്നപ്പം തന്നെ ആളിനോട് പറഞ്ഞത്, ഡോക്ടറെ 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെൻ്റലി ഭയങ്കര ഓക്കെ ആയി. ഞാൻ നിങ്ങളോട് എത്രത്തോളം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഇമോഷണൽ ഡിസ്റ്റർബൻസസും, ആളോട് സംസാരിക്കാനോ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു സദസ്സിൽ പോകാൻ പറ്റുന്നില്ല, എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു 80% ഞാൻ മെൻ്റലി കംപ്ലീറ്റ്ലി ഫൈനാണ്. എനിക്ക് ഉദാഹരണക്കുറവും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നവും മാറും എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ മെഡിസിൻ കൊടുത്ത് പിന്നെ വരുന്ന ടൈമിൽ ആൾ പറഞ്ഞത് ഒരു 60% ഉദാഹരണക്കുറവ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ബാക്കിയും കൂടെ ഒന്ന് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നത്തെ വരവ് പിന്നെ ആൾ വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. എനിക്ക് ഇത്രയും സന്തോഷം ഫീൽ ചെയ്ത് ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് മെഡിസിൻ ഒന്നും വേണ്ട, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ആ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു കേസായിരുന്നത്. പക്ഷെ എന്തായാലും വി ആർ വെരി ഹാപ്പി ഫോർ ഹിം. കാരണം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിന് പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സമയക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പം എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ കുറേ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, കുറേ അത് നോക്കുന്നുണ്ട്, ഇത് നോക്കുന്നുണ്ട്, കുറേ പുറമേക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, കുറേ അകത്തേക്ക് ബ്ലഡ് റഷ് ചെയ്തിട്ട് ഒന്ന് ബ്ലഡ് പ്രഷർ കൂട്ടിയിട്ട് ആ ഭാഗത്തേക്ക് രക്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണ്, വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ് എന്നുള്ള ആ ഒരു ചോദ്യം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് ആവാം. ചില ആളുകൾ വന്നപ്പോൾ നമ്മളെ അടുത്ത് ഇപ്പോൾ പല ആളുകളായിട്ട് വന്ന് പറയുന്നത്, നമ്മൾ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴായിട്ട് അവർക്ക് ഇഞ്ചുറി വന്നിട്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ മൂത്ര തടസ്സം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇഞ്ചുറി കാരണം അവിടെ വല്ല വളവോ അല്ലെങ്കിൽ അവിടെ ഒരു കല്ലപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഉണ്ടായതാണ്, പിന്നെ നമ്മൾ അതിലേക്ക് വല്ലാണ്ട് ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ ഉദാഹരണക്കുറവ് വന്നപ്പോഴാണ് ഇത് പിന്നെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ എന്ന സംശയം വരുന്നത് എന്നുള്ളത് പോലും പല ആളുകൾ പറയാറുണ്ട്.
അപ്പോൾ വൈ എന്നുള്ള കാരണം എപ്പോഴും നിങ്ങൾ തേടി പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ചാണ്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു നല്ല ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും. നിങ്ങൾ പഴയത് എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ അവിടെ അത് പഴയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ ഫുഡ്, നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ വ്യായാമം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വെയിൽ കൊള്ളുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ, മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നുള്ള ധാരണയിലാണെന്നുണ്ടെങ്കിൽ മരുന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പഴയ രീതിയിലേക്ക് നിങ്ങളുടെ ബോഡി പോകാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ പഴയ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെർമനൻറ്റ് ക്യൂറിനുള്ള ചാൻസ് തീരെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, നമുക്ക് പച്ചക്കറികൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചില മീനുകൾ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചില ഭക്ഷണത്തിലുള്ള ചില സാധനങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളൊരു ചിക്കൻ കറി വെക്കുകയാണ്, ചിക്കൻ കറിയിൽ ഉപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ മിനറൽസിൻ്റെയും വിറ്റമിൻസിൻ്റെയും അളവ് വളരെ കുറവാണ്. പക്ഷെ അത് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പ് വേണ്ട ചിക്കൻ കറിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ കറിക്ക് ചിക്കൻ കറീൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തേണ്ട വൈറ്റമിൻസും മിനറൽസും വളരെ ചെറിയ എമൗണ്ടിലാണ് എത്തേണ്ടത്. പക്ഷെ അത് എത്തേണ്ട രൂപത്തിൽ എത്തിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ട പല പ്രക്രിയകളും ഇല്ലാണ്ടായി പോകുന്നുണ്ട്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനമാണെങ്കിലും ആ ടെസ്റ്റോസ്റ്ററോൺ നിങ്ങളുടെ ബോഡിയിൽ പിന്നെ ഉണ്ടാക്കേണ്ട ചേഞ്ചിലാണെങ്കിൽ പോലും ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പം ഈ പച്ചക്കറി എന്ന് പറയുന്നത് മെഡിസിൻ ആയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് വിചാരിച്ചാൽ മതി. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഈറ്റ് ഇറ്റ്, നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഇത് കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ, എനിക്ക് തീരെ താല്പര്യമില്ല ഡോക്ടറെ, പച്ചക്കറി അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. മരുന്നായിട്ട് കഴിച്ചോളൂ. നിങ്ങൾ മരുന്ന് എത്ര വേണമെങ്കിലും കഴിക്കാൻ റെഡിയാണല്ലോ, അതേ രീതിയിൽ തന്നെ പച്ചക്കറി കഴിക്കുക. അതേപോലെ തന്നെ പറയാനുള്ളത് വ്യായാമം. ഡോക്ടർ, എനിക്ക് ടൈമില്ല, ഞാനൊരു ബിസിനസ്മാനാണ്, അല്ലെങ്കിൽ ഞാനൊരു ബസ്സിലോടുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ബിസിയാണ്, എനിക്ക് പല പ്രാരാബ്ദങ്ങളുണ്ട്, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പല പേഷ്യൻസ് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈഫിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ അതിൽ അർത്ഥമില്ല. നിങ്ങളിപ്പം ഓടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മെൻ്റലി ആൻഡ് ഫിസിക്കലി, മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു റിലീഫ് ഉണ്ട്. അതില്ലാണ്ട് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഇതിവിടെ പിന്നെ ഡാമേജ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ ഉണ്ടാക്കിയ പൈസ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇങ്ങനത്തെ കേസസിൽ നമ്മൾ പ്രത്യേകം പറയാറുള്ളത് കീഗിൾസ് എക്സസൈസ് ചെയ്യുക, അതേപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ചെയ്യുക. അത് നിങ്ങളുടെ ആ ഒരു പേശികൾക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാനും നിങ്ങൾക്ക് ആ ഒരു ഉദാഹരണം അല്ലെങ്കിൽ സമയക്കുറവാണെങ്കിലും ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഉറക്കം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എനിക്കൊരു മെജോറിറ്റി ഓഫ് ആളുകൾക്ക് 12 മണി കഴിയാതെ ഉറക്കം വരാറില്ല. കാരണം ഫോണിൽ തോണ്ടിയിരിക്കലാണ് എന്നാണ് പറയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 6 to 7 hours ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ടൈമിലാണ് ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതില്ല വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ലോ ലിബിഡോ അല്ലെങ്കിൽ താല്പര്യക്കുറവോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണ പ്രശ്നമോ ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ ഇപ്പോൾ കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ സ്പേം ക്വാളിറ്റി കുറയാനൊക്കെ ചാൻസസ് ഉണ്ട്. അതേപോലെ വെയിൽ കൊള്ളൽ, വൈറ്റമിൻ ഡി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകിച്ച് ചൂടുള്ള വെയിൽ. ഇപ്പം ഞാൻ പറയുന്നില്ല, ഇപ്പോഴത്തെ ചൂട് കാലത്ത് നിങ്ങൾ 11 to 3 ഇടയിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 10:30 ഇടയിൽ ആ ഒരു വെയിൽ കൊള്ളുക. അല്ലെങ്കിൽ ഈ ഭയങ്കര ചൂട് കഴിഞ്ഞിട്ട് ഉള്ള കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ 11 to 3 ഇടയിലുള്ള 11 to 3 ഇടയിലുള്ള ആ ഒരു വെയിൽ ഡെയിലി ഒരു സാധാരണഗതിയിൽ പറയാറുള്ളത് ഒരു 30 to 45 മിനിറ്റ്സ് എങ്കിലും കൊള്ളുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ കൊള്ളുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ മെഡിസിൻ തരുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണക്കുറവ് ഈസി ആയിട്ട് നമുക്ക് പഴയതുപോലെ, അതായത് നോർമലാക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അസുഖം മാത്രമാണ്. അത് എനിക്ക് മാറാത്തൊരു രോഗമാണോ, ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്ന് കരുതി വീട്ടിലിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല.
സോ ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.